മഹാകുംഭമേളയിലെ ഏറ്റവും പ്രധാന ദിവസമാണ് മഹാമൗനി അമാവാസി. 3 നദികളുടെ സംഗമസ്ഥാനമായി കരുതപ്പെടുന്ന ത്രിവേണി സംഗമത്തിൽ ഈ ദിവസം നടത്തുന്ന അമൃത് സ്നാനം മോക്ഷം നൽകുമെന്നാണ് വിശ്വാസം. അതിനാൽ കോടിക്കണക്കിന് വിശ്വാസികളാണ് അമൃത് സ്നാനത്തിനായി ഇവിടേക്ക് ഒഴുകിയെത്തിയത്. എന്നാൽ തിരക്ക് അനിയന്ത്രിതമായതോടെ അത് വലിയ ദുരന്തത്തിന് വഴിമാറുകയായിരുന്നു. തിക്കിലും തിരക്കിലും പെട്ട് 30 പേർ മരിച്ചെന്ന ഔദ്യോഗിക കണക്കും പുറത്തു വന്നു കഴിഞ്ഞു. നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മഹാകുംഭമേള ആരംഭിച്ചതു മുതൽ ചൊവ്വാഴ്ച വരെ 20 കോടിയിലേറെ പേരാണ് സ്നാനത്തിന് ഇവിടെ എത്തിയതെന്നാണ് കണക്ക്. ഭക്തരുടെ വൻ കൂട്ടം തിക്കിലും തിരക്കിലും ബാരിക്കേഡ് മറികടന്നതോടെ പുലർച്ചെ 2:30 അപകടം. തിരക്കിൽപ്പെട്ട് ആളുകൾ നിലത്തു വീണു. അവരെ എഴുന്നേൽപ്പിക്കാൻ പോലും സാധിക്കാത്ത വിധം കൂടുതൽ പേർ അതിനു മുകളിലേക്ക് വീണു. ബഹളത്തിൽ ആശയക്കുഴപ്പമുണ്ടായ ജനം ചിതറിയോടിയത് അപകടത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിച്ചുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഇതിനിടെ സ്നാനം പൂർത്തിയായി മടങ്ങുന്നവർക്ക് പുറത്തു കടക്കാനുള്ള പാതയിൽ തിരക്ക് അനിയന്ത്രിതമായതും സ്ഥിതി വഷളാക്കി. 140 വർഷത്തിന് ശേഷം നടക്കുന്ന മഹാകുംഭമേളയിലെ പ്രധാന വിശേഷമായിരുന്നു അപൂർവമായ ത്രിവേണി യോഗ ആകാശവിന്യാസം. ഈ സമയത്തെ സ്നാനത്തിനാണ് ജനങ്ങളെത്തിയത്. 10 കോടി തീർത്ഥാടകരെങ്കിലും മൗനി അമാവാസിയിലെ അമൃത് സ്നാനം നടത്താൻ എത്തുമെന്നായിരുന്നു അധികൃതരുടെ കണക്കുകൂട്ടൽ. എന്നാൽ ഇതിലും വളരെ കൂടുതൽ പേർ എത്തിയിട്ടുണ്ടാവുമെന്നാണ് കരുതുന്നത്. ത്രിവേണി യോഗ ആകാശവിന്യാസ ദിവസം പുണ്യനദികളിലെ ജലം അമൃതായി മാറുമെന്നാണ് വിശ്വാസം. സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ എന്നിവയുടെ പ്രത്യേക വിന്യാസമാണ് ത്രിവേണി യോഗ ആകാശവിന്യാസം. ഗംഗ, യമുന, സരസ്വതി എന്നീ നദികളുടെ സംഗമസ്ഥാനമാണ് ത്രിവേണി സംഗമം. മൗനി അമാവാസി ദിനത്തിൽ ഇവിടെ സ്നാനം നടത്തുന്നത് വിശുദ്ധമാണെന്നാണ് വിശ്വാസം. സന്യാസി, ബൈരാഗി, ഉദസീൻ എന്നീ 3 അഘാടികളിൽപ്പെട്ട സന്യാസിമാർ ഘോഷയാത്രയായി എത്തി ഒരു നിശ്ചിത ക്രമത്തിൽ ഗംഗയിൽ സ്നാനം നടത്തുന്നതാണ് ചടങ്ങ്. പിന്നാലെ വിശ്വാസികളും സ്നാനം നടത്തും. ഇത്രയധികം ജനങ്ങൾ സംഗമസ്ഥാനത്തേക്ക് എത്തിയതോടെ തിരക്ക് അനിയന്ത്രിതമായി വർദ്ധിക്കുകയായിരുന്നു. എന്നാൽ തിരക്ക് വർദ്ധിക്കുകയും അപകടവാർത്ത പരക്കുകയും ചെയ്തതോടെ നിരവധി ഭക്തർ സ്നാനം നടത്താതെ മടങ്ങി. ത്രിവേണി സംഗമത്തിലേക്ക് പോവുകയായിരുന്ന നിരവധി അഖാഡകൾ സ്നാനം നടത്തുന്നത് നിർത്തി. അഖില ഭാരതീയ അഖാഡ പരിഷത്തും ജുന അഖാഡ നരേൻഗിരിയും പഞ്ചായത്ത് മഹാനിർവാണിയും ത്രിവേണി സംഗമത്തിലെ സ്നാനം ഒഴിവാക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. തിക്കിലും തിരക്കിലും പരിക്കേറ്റവരെ പുറത്തെത്തിക്കുക എന്നതായിരുന്നു രക്ഷാപ്രവർത്തകരുടെ മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി. നിരവധി ആംബുലൻസുകൾ ഘാട്ടിലേക്ക് കുതിച്ചെത്തിയെങ്കിലും കോടിക്കണക്കിന് ആളുകൾ വന്നു പോയിക്കൊണ്ടിരുന്ന ത്രിവേണി സംഗമത്തിന് സമീപത്തേക്ക് അവ എത്തിക്കുക പ്രയാസമായിരുന്നു. പരിക്കേറ്റവരിലേറെയും സ്ത്രീകളാണെന്നാണ് സൂചന. തിങ്ങി നിറഞ്ഞ ഭക്തരുടെ ഇടയിലൂടെ പരിക്കേറ്റവരെ പുറത്തെത്തിക്കാൻ നന്നേ രക്ഷാപ്രവർത്തകർ ബുദ്ധിമുട്ടി. പരിക്കേറ്റവരെ കുംഭമേള മൈതാനത്ത് സജ്ജീകരിച്ച സെൻട്രൽ ആശുപത്രിയിലേക്കാണ് ആദ്യം കൊണ്ടുപോയത്. ഗുരുതരമായി പരിക്കേറ്റവരെ ബെയ്ലി ആശുപത്രിയിലേക്കും സ്വരൂപ് റാണി മെഡിക്കൽ കോളേജിലേക്കുമാണ് മാറ്റിയത്.